സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ അറിയുന്ന ആരുമായും ഒരു ബന്ധവുമില്ലാണ്ട് ഒറ്റയ്ക്കൊരു യാത്ര. നമ്മളിൽ കുറച്ചു പേരുടെയെങ്കിലും വിഷ്വലിസ്റ്റുള്ള ഒരു കാര്യമാണിത്. ഇത് തന്നെയാണ് ഇൻടു ദ വൈൽഡ് എന്ന സിനിമയുടെ ബേസിക് പ്ലോട്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ നായകനായ ക്രിസ് താൻ ജീവിച്ചിരുന്നു എന്നതിനുള്ള എല്ലാ തെളിവുകളും കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്നതായിട്ടാണ്. ആദ്യം കാണുമ്പോൾ ഇതെന്ത് വട്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരിക്കൽ ക്രിസിന്റെ ഈ വട്ടിനോട് നമുക്കൊരു കണക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ക്രിസിന്റെ യാത്രയും ആ യാത്രയിൽ ക്രിസ് കണ്ടുമുട്ടുന്ന ഓരോ ആൾക്കാരും നമുക്ക് പുത്തൻ അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും അതേപോലെ ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യം ഈ സിനിമയുടെ കഥ ഒരു റിയൽ സ്റ്റോറിയാണ് എന്നുള്ളതാണ്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഒരു ബസ്. ആ ബസ് കാണാനായി ഈ സിനിമ കണ്ടിഷ്ടപ്പെട്ട നിരവധി ആൾക്കാർ എത്തിച്ചേരുകയും അവരിൽ പലരും അപകടങ്ങളിൽ പെടുന്നത് പതിവായപ്പോൾ ഗവൺമെന്റിന് ആ ബസ് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് ഈ സിനിമാ പ്രേമികളുടെ ഇടയിലും ട്രാവലേഴ്സിന്റെ ഇടയിലും കണക്ട് ആയിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമ നേടിയിട്ടുണ്ട്. നിങ്ങളൊരു ട്രാവൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ സോളോ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലോ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഈ സിനിമ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക, യാത്രകൾ സുന്ദരമാകുന്നത് അത് ഷെയർ ചെയ്യുമ്പോഴാണ്. ഈ ഒരു കാര്യം തന്നെയാണ് ഈ സിനിമ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കൂ.